പ്രിയമുള്ളവരെ, ഞാൻ എന്നെ തന്നെ നിങ്ങളെ പരിചയപ്പെടുത്തി തരാം. എൻ്റെ പേര് അജിത. ഞാനിപ്പോൾ ഈ വീഡിയോ ഇടാൻ കാരണം ഒത്തിരി കാരണങ്ങളുണ്ട്. കാരണം ഇങ്ങനെ ഇടണം എന്നെനിക്ക് തോന്നലുണ്ടായി. കാരണം മറ്റുള്ളവരുടെ വീഡിയോ ഒക്കെ ഞാൻ കാണുന്നുണ്ട്. അപ്പോൾ അതിനുള്ള മറുപടി ഞാൻ അന്നേരം തന്നെ കൊടുക്കും. അപ്പോൾ ഞാൻ എഴുതാറല്ല ഉള്ളത്. ഞാനത് പറയുമ്പോൾ അത് കമ്പ്യൂട്ടറാണ് അത് അയക്കുന്നത്, കമ്പ്യൂട്ടറാണ് എഴുതി അയക്കുന്നത്. അപ്പോൾ അതിൽ നല്ലത് ഇപ്പോൾ നേരിട്ട് തന്നെ ഞാൻ നിങ്ങളോട് പറയാം എന്ന് വിചാരിച്ചു. ഇപ്പോൾ എൻ്റെ പ്രിയമുള്ളവരെ, ഞാൻ വൈദ്യരാണ്. ഞാൻ വൈദ്യം ചെയ്തുകൊണ്ടിരിക്കുന്ന 10-20 വർഷക്കാലമായി ഞാൻ വൈദ്യം ചെയ്യുന്നത്. പക്ഷേ വൈദ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരെ പോലെ കൂടുതലൊന്നും ഞാൻ ചെയ്യാറില്ല. കാരണം എൻ്റെ മരുന്നെന്ന് പറഞ്ഞാൽ പ്രകൃതിയും മരുന്നും സസ്യങ്ങളും ദൈവവുമായി കൂട്ടിയിണങ്ങിയ ഒരു രീതിയാണ് എൻ്റെ മരുന്നിൻ്റെ പ്രത്യേകത. അതിനകത്ത് സസ്യങ്ങളുടെ മൂല്യം, കാരണം മണ്ണും മനുഷ്യരും സസ്യങ്ങളും ഒരേ ഘടകങ്ങളിൽപ്പെട്ടവരാണ്. അപ്പോൾ അതനുസരിച്ച് വേണം നമ്മൾ വൈദ്യം ചെയ്യാൻ. അത് ഓവർ ചെയ്യാൻ പറ്റില്ല. പിന്നെ അല്ലെങ്കിൽ അതേപോലെ നമുക്ക് ആസ്തി ഉണ്ടാകണം. നമ്മളോട് കൂടി അത് നന്നായി ചെയ്യാൻ കഴിവുള്ളവരും സത്യസന്ധരുമായിരിക്കണം പിന്നെ നമ്മുടെ കൂടെയുള്ളവർ. മരുന്ന് എടുക്കുന്നതും ചെയ്യുന്നവരും ഉണ്ടാക്കുന്നവരും നല്ലവർ. കാരണം മനസ്സിൽ അശുദ്ധമുള്ളവരായിരിക്കരുത്. അങ്ങനെയുണ്ടെങ്കിൽ മാത്രമേ അത് കൂടുതലായിട്ട് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റുള്ളൂ. അല്ലാതെ നമ്മൾ ആരെയും വിശ്വസിക്കാൻ പറ്റത്തില്ല. ഇത് മരുന്നാണ്. കാരണം മരുന്നുകളെന്ന് പറഞ്ഞാൽ സസ്യത്തിൻ്റെ ഔഷധങ്ങൾ നമ്മളെ ഉണ്ടാക്കുന്ന വൈദ്യനെ സ്വീകരിക്കുമ്പോൾ സ്വീകരിക്കുന്നതാണ് മനുഷ്യർക്ക്, രോഗികൾക്ക് കൊടുക്കാൻ കഴിയുള്ളൂ. വൈദ്യനെ മരുന്ന് സ്വീകരിച്ചിട്ടില്ലെങ്കിൽ അതുണ്ടാക്കുന്നവൻ്റെ ഔഷധങ്ങൾ അത് ബലം ചെയ്യണമെങ്കിൽ ആ വൈദ്യൻ ചെയ്യാൻ പറ്റുമോ എന്ന് ഈ ഔഷധം, നമ്മൾ എടുക്കുന്ന ഔഷധത്തിന് തോന്നണം. എന്നാൽ അതിൻ്റെ ഫലം ആ വൈദ്യനിലൂടെ ആ ഒരു രോഗിക്ക് ചെയ്യാൻ സാധിക്കൂ. അതാണ് പ്രത്യേകത എൻ്റെ മരുന്നിൻ്റെ, മറ്റുള്ളവരുടെ അല്ല. പിന്നെ കള്ളവൈദ്യന്മാർ ധാരാളമുണ്ട്. അവർ കണ്ടമാനം മരുന്നുകൾ, പൊടികൾ കണ്ടതെല്ലാം മനുഷ്യർക്ക് കൊടുക്കുന്നുണ്ട്. അതിൻ്റെ അനന്തരഫലം നിങ്ങളെല്ലാവരും കാണുന്നതാണ്. അതിനെക്കുറിച്ച് ഞാൻ കൂടുതൽ. പക്ഷേ നല്ല വൈദ്യന്മാർ ഇഷ്ടം പോലെയുണ്ട്. സത്യസന്ധരായി ദൈവകൃപയുള്ളവർ വൈദ്യന്മാരുണ്ട്. അവരൊരിക്കലും മറ്റുള്ളവരുടെ മരുന്നുകൾ അല്ലെങ്കിൽ മറ്റുള്ളവരുടെ വായിൽ നിന്ന് വീഴുന്നെടുത്തിട്ടുണ്ടാക്കില്ല. കാരണം അതുണ്ടാക്കാൻ അവർക്കറിയാം, ദൈവം അവർക്ക് കൊടുക്കും ഇന്നതുണ്ടാക്കാൻ. അതുകൊണ്ട് അവർ തന്നെ അതിൻ്റെ. പക്ഷേ ഇന്ന് അതങ്ങനെയല്ല സംഭവിക്കുന്നത്. ഇന്ന് വളരെ മോശമായി. കാരണം ഒരു സസ്യത്തിൻ്റെ ഘടന അനുസരിച്ച് എന്തെങ്കിലും കേട്ട് കഴിഞ്ഞാൽ, ഇപ്പോൾ ഞാനൊരു മരുന്നിനെ പറയുക, ഞാൻ പൊതുവായി എല്ലാവരോടും ഞാൻ പറയും, ചെറിയുള്ളിയെക്കുറിച്ച് ഞാൻ പറയാറുണ്ട്. അത് ചവച്ചരച്ച് തിന്നണം, കൊളസ്ട്രോൾ പോകും, അത് പിന്നെ കൊഴുപ്പ് കുറയും എന്നിങ്ങനെ ഞാനിരുന്നിട്ട് പിന്നെ രോഗികളോടും മറ്റുള്ളവരോടും പലരോടും ഞാൻ പറഞ്ഞിട്ടുണ്ട്. എൻ്റെ ക്ലിനിക്കിൽ, എൻ്റെ മരുന്നുശാലയിൽ ഇരുന്നിട്ട് ഞാൻ പറയാറുണ്ട്. അത് വെച്ചിട്ട് തന്നെ എത്രയോ പേര് ലൈവിൽ മരുന്ന് കൊടുക്കുന്നുണ്ടെന്നറിയാമോ? അതുപോലെ കേട്ടിട്ട് കൊടുക്കരുത്. അതൊക്കെ തെറ്റാണ്. കാരണം പിന്നെ അവരുടെ ജീവിത സാഹചര്യം കൊണ്ടാണ് അത് അവർ ചെയ്യുന്നതെങ്കിലും അതിൻ്റെ മൂല്യങ്ങൾ അറിയണം. ഒരു തുളസി എന്ന് പറയുന്നതും അല്ലെങ്കിൽ ഒരു ചതകുപ്പ എന്ന് പറയുന്നതൊക്കെ അത് നമ്മളെ സ്വീകരിക്കണ്ടേ? നമ്മൾ കൊടുക്കുന്നതും പറയുന്ന നാവിനെയും അത് സ്വീകരിക്കണം. നമ്മൾ ഭക്ഷണം 3-4-5 നേരം തിന്നുന്നവരാണ് അധികം പേരും. പക്ഷേ ആ ഭക്ഷണം കഴിക്കുന്നത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? അത് നമുക്ക് പറ്റുന്നതാണ് നമ്മുടെ ശരീരം സ്വീകരിക്കുകയുള്ളൂ. പറ്റാത്തത് ശരീരം സ്വീകരിക്കില്ല. ഇത് നമ്മുടെ മനസ്സിൻ്റെ അല്ല, അത് നമ്മുടെ ശരീരത്തിൻ്റെയാണത്. ഇപ്പം ഇന്ന ഭക്ഷണം എനിക്ക് വേണം എന്ന് പറയുന്നത്
അത് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ആ ഭക്ഷണം വ്യക്തി കഴിച്ചിരിക്കണം. പക്ഷെ അത് വേണ്ട എന്ന്, അത് എനിക്ക് വേണ്ട എന്ന് ശരീരം പ്രകടിപ്പിക്കുന്നുണ്ടെങ്കിൽ ആ മരുന്ന്, ആ സാധനം, ഭക്ഷണങ്ങളൊന്നും കഴിക്കരുത്. ഇതാണ് മെയിനായിട്ട് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. ഇതുകൊണ്ടാണ് ഞാൻ ലൈവായിട്ടൊന്നും മരുന്നുകൾ ഉണ്ടാക്കി കൊടുക്കില്ലാത്തത്. എൻ്റെ മരുന്നുകൾ മേടിക്കുന്ന അനേകരുണ്ട്, അതിനകത്ത് ഫലം കണ്ടെത്തുന്നവരും അനേകരുണ്ട്. അവർക്ക് എന്നെ അറിയാം. അവരോടായിട്ട് ഞാൻ പറയാം, നിങ്ങൾക്ക് മരുന്നുകൾ ആവശ്യമുണ്ടെങ്കിൽ വെരിക്കോസ് എന്ന മരുന്ന് ആവശ്യമുള്ളവർ എന്നെ സമീപിക്കുക. എൻ്റെ അഡ്രസ്സിൽ നിങ്ങൾ ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മരുന്ന് കിട്ടും. അതുതന്നെ വെരിക്കോസ് മരുന്ന്, മുടി വളരുന്ന മരുന്ന്, നര മാറുന്നത്, താരൻ മാറുന്നത്, താരനും മാറുന്ന മരുന്ന്, മുടി വളരുന്ന മരുന്ന് കൊണ്ട് തന്നെ അത് മാറുന്നതാണ്. പിന്നെ നടുവേദന, മുട്ടുവേദന, ഉളുക്ക്, ചതവ്, ഇതൊക്കെയുണ്ട്. ഇതൊക്കെ ഉള്ള മരുന്നുകൾ ഞാൻ കൊടുക്കുന്നുണ്ട്. പിന്നെ ഞാൻ ചെയ്യുന്ന മരുന്നുകൾ ന്യൂട്രലിൽ മേടിച്ചിട്ട് കണ്ടിട്ടും അത് മറ്റുള്ളവർക്ക് ലൈവിൽ ഒത്തിരി പേര് വീഡിയോ ചെയ്യുന്നുണ്ട്. ഞാനത് കാണുന്നുണ്ട്. പക്ഷേ ഞാൻ അവരാരാന്നൊക്കെ ഞാൻ പറയുന്നില്ല. അതൊക്കെ വളരെ മോശമാണ്. മറ്റുള്ളവർ പറഞ്ഞ് മരുന്ന് ചെയ്യുന്ന കേട്ടിട്ട് ആ മരുന്ന് ചെയ്യാൻ പാടില്ല. പിന്നെ അലോപ്പതി മരുന്നല്ല ഇത്, ഹോമിയോപ്പതി മരുന്നല്ല ഇത്. ഇത് ആയുർവേദ മരുന്നെന്ന് പറയുമ്പോൾ പ്രകൃതി, സസ്യങ്ങൾ, മനുഷ്യർ, മണ്ണ്, ഇതെല്ലാം അനുകൂലമായി തീരണം. എന്നാലേ ആ മരുന്നിന് ഫലപ്രാപ്തി ഉണ്ടാവുള്ളൂ. അതാണ്. ജലം അറിയണം, മണ്ണറിയണം, സസ്യങ്ങളറിയണം, പ്രകൃതിയിലെ സൂര്യനറിയണം. ഇതറിഞ്ഞാൽ ആ മരുന്നിന് ബലമുണ്ടാകും. അതിൻ്റെ സമയങ്ങളും സമയത്തിൻ്റെ ഓരോ വിധാനങ്ങളും മനസ്സിലാക്കണം. ഒരു സമയത്ത് എന്താണ് ആ മരുന്ന് കൊടുക്കേണ്ട സമയം, ഏത് മരുന്നാണ് ഇത്ര മണിക്ക് കൊടുക്കേണ്ട മരുന്ന്, ഇത് അറിഞ്ഞാലേ ആ ബലം ചെയ്യുള്ളൂ. പച്ചമരുന്ന് കൊണ്ട് തന്നെ മരിച്ചുപോയവരെ ജീവിപ്പിക്കാനുള്ള കഴിവ് സസ്യങ്ങൾക്കുണ്ടെന്ന് നിങ്ങൾ മനസ്സിലാക്കണം. പക്ഷേ അത് നമ്മൾ ചവിട്ടി നടക്കുന്നത് തന്നെ അതിലൂടെ ഉണ്ടാവും. മനസ്സിലായോ? ആ മരുന്ന് നമ്മൾ ചവിട്ടി നടക്കുന്ന പാതയിലൂടെ തന്നെ ആ മരുന്നുകളുണ്ടാകും. നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഇല്ല. നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടോ? ഇല്ല. നമ്മൾ ആഹാരങ്ങളെല്ലാം കഴിക്കുന്നതാണ്, പക്ഷെ എല്ലാം ഔഷധങ്ങളാണ്. പക്ഷേ എന്തുകൊണ്ട് നമുക്ക് അത് ബലം കൂടുതലായിട്ട് മരുന്നായിട്ട് തിരിച്ചറിയാത്തത്? അതാണ്. ക്യാൻസർ ഉണ്ടാകത്തില്ല, ബ്ലോക്ക് ഉണ്ടാകത്തില്ല, ഇതൊന്നുമില്ല. ഇതെല്ലാം ഉള്ള ആഹാരം മാറ്റുന്ന, അസുഖം മാറ്റുന്ന ആഹാരം നമ്മൾ നിത്യ ഉപയോഗമായി ഉപയോഗിക്കുന്നവരുണ്ട് അധികം പേരെല്ലാവരും. അത് നന്നായിട്ട് അറിയാവുന്നവർ അത് ബ്ലോക്ക് ചെയ്യും. അതെന്തിനാണ് ബ്ലോക്ക് ചെയ്യുന്നതെന്നറിയാം. അത് കഴിക്കരുത്, ഇത് കഴിക്കരുതെന്ന് പറയാൻ കാരണം എന്നാണ്. എന്നാലേ നമ്മൾ അനാരോഗ്യമായി തീരുമ്പോൾ അവർക്ക് ഇടയിലെത്തി അവർക്കൊരു സമ്പാദ്യമാണ് നമ്മൾ. പക്ഷെ നമ്മൾ ആരോഗ്യമുള്ളവരായി തീരുവാൻ വേണ്ടി നമ്മൾ ശ്രമിക്കണം.